പിടികൂടിയത് ഏകദേശം 5 വയസ്സിന് താഴെ പ്രായമുള്ളൊരു പെൺമൂർക്കാണ്. പക്ഷെ ഞാൻ സാറിനോട് പറയുന്നത് ഇപ്പൊ പിടിക്കേണ്ടായിരുന്നു. ഹലോ വയ്യ, വേറൊന്നുമല്ല, നമ്മുടെ നൗഷാദ് സാറിന്റെ വീട്ടിൽ, നമ്മുടെ ഫാൻസി ട്രാവൽസിന്റെ വീട്ടിൽ വീണ്ടും വേറെ കൂടെ വലയൊക്കെ ഒരുങ്ങി ഒരു പെരുമ്പാമ്പിനെ എടുത്തുകൊണ്ട് വിളിക്കുന്നത് വീണ്ടും ഒന്നിനെ കൂടെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞ വഴിക്ക് ആ പെരുമ്പാമ്പിനെ എടുത്തു ശ്രീകാര്യം ചാവടിയൊക്കെ CIT, അതായത് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്തുനിന്ന് ഒരു മരപ്പെട്ടി എടുത്ത് റിലീസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട്. അപ്പോൾ വീണ്ടും വന്നു. ആ കാണപ്പെടുന്ന 2 കല്ലിൻ്റെ ഇടയിലാണ് മൂർഖരിക്കുന്നതായിട്ട് പറയപ്പെടുന്നത്. ജോലിക്കാരാണ് കണ്ടത്. അങ്ങനെയാണ് വാവാ സുരക്ഷ വിളിച്ചമ്മ എല്ലാം കൂടെ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ചാക്കോ അതാ വാവാ സുരേഷ് എത്തിയിരിക്കുകയാണ്. പാമ്പിനെ പിടിക്കാൻ പോവുകയാണ്. അവിടെ പിന്നെ അങ്ങോട്ട് പോകാൻ ലൈവില്ല. ഇത്ര ആളെ കൂട്ടാൻ പറ്റുള്ളൂ, കൂടുതൽ കൂട്ടാൻ പറ്റും. എല്ലാം വീട്ടിലാണ്. വീട്ട് നമ്മളാണ് സാധനങ്ങൾ നമ്മളോട്ട് കാണാം. മരം വന്നു അതൊന്ന് എടുത്തപ്പോഴേ ചോദിച്ചു ഒരുപാട് പാറ പൊളിക്കാണ്ടോ. കണ്ട ഓ അതാണെങ്കിൽ മൂർക്കം തന്നെ, മൂർക്കം തന്നെ. ഇല്ല മൂർക്കം തന്നെ, മൂർക്കം തന്നെ.
പിന്നെ അതിൻ്റെ അടി ഇരിക്കുന്നത് ഓ മോളെ നല്ല മത്തിയ നല്ല മത്തിയായിട്ട് പിന്നെ മുട്ടയുണ്ട് കേട്ടോ, മുട്ടയുണ്ട്, മുട്ട മുട്ട കൊട്ടാണ്ടല്ലേ? അങ്ങനെ പാമ്പിനെ പിടിച്ചേക്കല്ലേ? അതിന് കള്ള തോർവാണല്ലോ. അത് ചെളി 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 അല്ല ചെളി 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 അത് ചെളി. ഇത് മുട്ടയല്ലേ വൈറ്റിലെ വൈറ്റിലെ ഇപ്പൊ പിടിക്കേണ്ടി വരും കേട്ടാണ്, ഇപ്പൊ പിടിക്കേണ്ടി വരുന്ന 10-20 ദിവസം വേണമെങ്കിൽ പിടിച്ചാൽ പോരെ. എത്ര എത്ര 20 എടുത്തെങ്കിലേ 10 മുട്ട കിട്ടില്ലേ കൂട്ടായിട്ട് പറഞ്ഞല്ലേ? ഇനി അതിനിടയിലല്ല കാണാം. എന്നിട്ട് പൊരിച്ചു പോയി റബ്ബർ കിട്ടാൻ നോക്കും. ഇതെന്തൊരു കോല തൂക്കി വെക്കണമെന്നാ, തൂക്കി വെച്ചോണം. ഒന്നും ഇല്ലല്ലേ മല്ലിങ്ങനെ. ഇപ്പൊ എത്ര മാസം പ്രായം വരും? ഇതൊരു 4 വയസ്സ് 5 വയസ്സ് പ്രായം. 5 വർഷത്തെ 5 വർഷം പ്രായം. 5 വർഷം പ്രായം ഉണ്ടല്ലേ? മുട്ട ഇടുന്ന പ്രായം. അപ്പൊ പെണ്ണാണല്ലേ? തൂക്കി വയ്ക്കാനുള്ള ആളെൻ്റെ ഇതാണൊക്കെ ഏതാണ് റബ്ബർ ഇതാണ്ട് ഒട്ടുപോലെ അതെ ഒട്ടുമല്ല എനിക്ക് ഇറച്ചി അല്ല, അതിനകത്ത് ഉണ്ടാവോ ഇനി? ഞാൻ നോക്കാം. അല്ലല്ല നോക്കാം. അല്ല ഇത് ചെളി വെള്ളം ഒഴിച്ചോ ചെളിയായിരുന്നു, ആ ചെളിയിൽ ഇറങ്ങിയതാണ്. അതിനകത്ത് ഉണ്ടാവുന്ന അപ്പൊ അത് മുട്ടപ്പരുവാണോ അത്? മുട്ട വൈറ്റ് വയറ്റാണ്. അപ്പൊ പെണ്ണാണല്ലേ? മിക്കവാറും ആണ് കാണും. അപ്പൊ പുരുഷൻ കാണും. ഇത് അങ്ങനെയെങ്കിൽ ഇല്ല കല്ലുകൂടെ നിളക്കി നോക്കട്ടെ. ഇഷ്ടം പോലെ ഉണ്ടല്ലേ, സിവിൽ കണ്ട അവിടെ അല്ലേ? അതെ അതെ ആൺപാമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതെ അതെ. ഇത് വൈകിട്ടാവും പാവം വഴി. വൈകിട്ടൊന്നും ഇപ്പൊ രാവിലെ അതെ അതെ അതെ. രാവിലത്തെ പാമ്പാണ്. കെട്ടിന്റെ മേലെ പിടിക്കാതെ ചാക്കിന്റെ മോളുണ്ടാന്ന് പറഞ്ഞു. അല്ല ആ കല്ലുകൂടെ ഇളക്കി നോക്കാൻ അതുകൂടെ. അവിടെ അത് കുഴപ്പമില്ല. സീറ്റിംഗ് ഒക്കെ സീറ്റിംഗ് ആണ്. വലിയ സീറ്റിംഗ് ഇട്ടുണ്ട്. ആ ദിവസം നിരന്നല്ല ഡയറിങ് എടുത്തോ. ഇതായിരിക്കുന്നു. വലിയ കുപ്പിയുണ്ടല്ലോ, വലിയ കുപ്പി പ്ലാസ്റ്റിക് കുപ്പിയാ? പ്ലാസ്റ്റിക് കുപ്പി. ആ നോക്കാം. ഞാൻ 2015 വയനാട്ടിൽ ഞാൻ ക്ലമാൻ സ്കൂളിലെ പ്രിൻസിപ്പൾ ആയിരുന്നപ്പോഴത്തേക്ക് ഞാൻ പ്രോഗ്രാം ചെയ്യുന്നില്ല. ഷാജി സാറ് ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് തന്നെ കണ്ടത് പിന്നെ എനിക്ക് സംശയം ചോദിക്കാൻ മതി. ആ കണ്ടത് എനിക്ക് തോന്നി. ആ അതെ. ഞാൻ പറ്റി രാജു ഹോട്ടലിൽ വെച്ചല്ലേ? അല്ലല്ലോ അമ്മ അത്രയും പോവില്ല. ആ രാജല്ല, ഇവിടുത്തെ ക്ലമാനത്തല്ലേ? അപ്പുറത്ത് ആ അവിടെ അല്ല. രാജു ഹോട്ടൽ ഒരു ചെറിയ തട്ടുകട ഹോട്ടൽ. ആ ഇല്ലല്ല അന്ന് സ്കൂളിലെ രാജു ഇന്റർനാഷണൽ അല്ല. ആ മനസ്സിലായി. ഞാൻ മറ്റൊരു സ്കൂളിലെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്നപ്പോഴാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. ഞാൻ കണ്ടെനിക്ക് പറഞ്ഞു ചോദിക്കാൻ മടി ആൾ മാറിപ്പോയെങ്കിൽ സംശയം. എന്ത് ഈ നനയ്ക്കുന്ന എന്തിനാണ്? ചൂടടിക്കാതിരിക്കാൻ അല്ലേ? വലൻ്റെ ആവാതിരിക്കാൻ. മുട്ട അടയ്ക്കില്ല. ഓ ഓ ഓ. എത്ര മുട്ട സാധനം എത്ര മുട്ട ഇട വരും മുറുക്കാൻ? 18 എണ്ണോ? അല്ലേ? ആ നോക്കിയാൽ കാണാൻ പറ്റൂ മുട്ട ഉണ്ടെന്നുള്ളത്.
അതറിയാൻ പറ്റില്ല. അതാണ്ട് ബാക്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അറിയാൻ പറ്റില്ല. ചവിട്ടില്ല ചവിട്ടില്ല, മാറില്ല, അങ്ങോട്ട് മാറിയിരുന്നു അതിൻ്റെ അപ്പുറത്തിൽ വന്നതാണ്, അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് കയറല്ലേ. കുപ്പി കിട്ടിയ കൊള്ളായിരുന്നു കേട്ടോ. കുപ്പി എടുക്കാം. കുപ്പി നല്ലതായിരുന്നു. ഇവിടെ കടയിലൊരു കുപ്പി ഉണ്ടാവും നോക്ക്. കിട്ടിയെന്ന് മൊബൈൽ അടിക്കണം. അപ്പോൾ ഇത് എത്രാമത്തെ പാമ്പായി? ഇത് കണക്കില്ല. ഇന്നത്തെ രണ്ടാമത്തത്. ആരത് നന്ദുവാ? മക്കളെ നമസ്തേ, എന്ത് പറ്റിയുള്ള പറഞ്ഞോ നന്ദു? ഡേ നൈറ്റ് മച്ചിൻ്റെ മേലെ ലൈറ്റ് കൊണ്ട് കവറ. ഡേ നൈറ്റ് ഒരാഴ്ച ലൈറ്റ് ഡേ നൈറ്റ്. ഓ ഡേ നൈറ്റ് ലൈറ്റ് പിന്നെ മലപ്പെട്ടി വരത്തില്ല. ഓ മച്ചൻ്റെ വേണം ലൈറ്റ് ഇട്ടാൻ പറ്റി വരില്ല അല്ലേ? ഓ ഇവിടെ ഭയങ്കര ശല്യം, തട്ടുണ്ട്. വേറെ അവർക്ക് സ്ഥലങ്ങളില്ല, എല്ലാം പോയില്ലേ. പഴയ വീടുകളെല്ലാം പോയി. പഴയ വീട് പോയപ്പോൾ അവർക്ക് ഇരിക്കാൻ സാഹചര്യം. പിന്നെ ഫ്ലാറ്റേ ഉള്ളൂ. ഫ്ലാറ്റിക്ക് 150 ഉണ്ട്. ഇതൊക്കെ പണ്ട് ഓണിട്ട് വീടെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ നേരെ കളിക്കാനും മണ്ടലിൽ കളിക്കാനും മത്തിൻ്റെ മണിക്കാനും അവിടെ തീർന്നില്ല. അതുപോലെ നമ്മളെ വഴി നടക്കുന്നതും കൂടെയാണ്, നമ്മൾ നടക്കുന്ന വഴി. പക്ഷെ ഇവിടെ സാധാരണ ശംഖുവരേനും ഈ ചുരുട്ടൊക്കെയാണുള്ള ഈ മൂർഖൻ അപൂർവമായിട്ട് കാണാറുണ്ട്. മുകളിൽ പാറക്കെട്ടാണ് കംപ്ലീറ്റ് പാറക്കെട്ടാണ്. നമ്മളെ ഈ തൊട്ട് മുകളിലൊക്കെ തട്ടത്തോലെന്നൊക്കെ വരുമ്പോൾ ഒരു പാറ കാണുന്നില്ലേ, അത് ആ പാറയുടെ ഇങ്ങോട്ട് വരെയാണ്. പോറ്റി വിളിക്കാന്ന് വിചാരിച്ചാണ്. എവനെ വിളിച്ചാലും മതി. അപ്പു ആയി പറഞ്ഞേ ഉള്ളൂ. ഒരു 30 ദിവസം എടുക്കും. എത്ര? 30 ദിവസം എടുക്കും. മുട്ട അല്ലേ? മുട്ട പുറത്ത് വരാം. മുട്ട പുറത്ത് വരാം. 30 ദിവസം എടുക്കും. അപ്പോൾ ഇതിൻ്റെ ഇണയെല്ലാം പരിസരത്തെ കാണാൻ വഴിയില്ലേ? അതില്ലേ പുള്ളിക്കാരന് വേണ്ടി പിണങ്ങി വന്നാണോ വിളിച്ചിരുന്നത്? പുള്ളിക്കാരൻ അവർ അടിച്ചു പിണങ്ങി പോകുന്നതാണ്. അതിനകത്ത് എയർ സർക്കുലേഷൻ ഒന്നും വേണ്ടേ? വെള്ളോട്ട് പോയി പിന്നെ പോകുമ്പോൾ കത്തിയിടാം. പോകുമ്പോഴേ ഇതിന് എവിടെ കൊണ്ടാണ് തുറന്നു വിടുന്നത്? അല്ല ഇവിടെ എവിടെ തുറന്നു വിടും? എല്ലാം പത്തനംതിട്ട എവിടെ? എല്ലാം ഗവി പോകും. ഓ ഗവിയാണല്ലേ? മെനിയാന്ന് പോയിട്ട് ഇന്നലെ വന്നേ. അപ്പോൾ ചിപ്സ് വെച്ചിരുന്ന അവിടെ പോകുമ്പോൾ നമുക്ക് പരിചയപ്പെടാറുണ്ടല്ലോ ഇവിടത്താണെന്നും പറഞ്ഞുകൊണ്ട്. ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ഇതൊക്കെ കാട്ടിക്കൊണ്ട് എവരെ ശത്രുക്കൾ അവിടെ ഇല്ലേ കിങ്കോവറൊക്കെ. പിന്നെ ഒരു വർഷം എത്ര കിങ്കോവറയ്ക്ക് എത്ര ഫുഡ് വേണം. അതുകൊണ്ടൊക്കെ പണ്ടത്തെ കിങ്കോവർക്ക് പുറത്തോട്ട് ഇറങ്ങാത്തത്. ഉമ്മ, ഇതാണ് ഉമ്മ. കാരണം അല്ല ഇങ്ങനെ ഒരാളിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളല്ലോ അതിനെ കാണാൻ. എനിക്കൊരു ചാനലുണ്ട്, ഫാൻസി ട്രാവലർ. അതിനകത്തിടും. ഞാൻ ഈ ദേശത്തൊക്കെ പോയതിൻ്റെ സുനീഷാണ് കേൾക്കണേ. ഞാൻ 52 രാജ്യം പോയി. 52 രാജ്യത്ത് പോയി. വൈഫിന് 4-5 എണ്ണത്തിലേ കൊണ്ടുപോയുള്ളൂ. അതെ പിന്നെ വേറെ സ്ഥലം ഇല്ലല്ലോ പോയി. ഇനി പഠന ചൈന റഷ്യയൊക്കെ പോകാനിരിക്കേ. വിസ കിട്ടുന്ന അനുസരിച്ച് എല്ലാ കോണ്ടിനെന്റും പോയി. സൂപ്പർ. ഷിപ്പ് ചെയ്ത് കാണാനേ വെളിയിറങ്ങാൻ പറ്റത്തില്ല.
ട്രാവലിംഗ് പറ്റുന്നു. പറ്റത്തില്ല. ഞാൻ ഒരു ദിവസം ബോട്ടിൽ പോകണം കടലിൽ. എൻ്റെ അതേ പയ്യന്മാർ കണ്ണൂട്ടായി കല്യാണം കഴിച്ച അച്ഛൻ്റെ അനിയൻ്റെ മകൾ കല്യാണം കഴിച്ചു. അപ്പോൾ അമ്മർക്ക് പെരുമാറിൽ ബോട്ടൊക്കെ ബോട്ടുണ്ട്, 9 ഫ്രീസുണ്ട്. അപ്പോൾ അമ്മയുടെ 3 പ്രാവശ്യം പോയി മീൻ പിടിക്കാൻ നമ്മളെ ബോട്ട് നമുക്ക് പോയി. അത് ഷിപ്പിലല്ല, ഷിപ്പില്ല, വലിയ ഷിപ്പാണ്, അതിനകത്ത് പ്രശ്നമൊന്നും വരും. 2 പ്രാവശ്യം പോയി. ചൂര് ഭയങ്കര 15 ദിവസം ഷിപ്പിലാണ്. ഇരിക്കുന്ന കൂടെ മെല്ലായിട്ട് കിടക്കുന്നുണ്ട്. ഈ ചൂരൊന്നും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇവിടെ പോയാൽ കൊള്ളാന്നുണ്ട്. തായ്ലാൻഡും നമ്മുടെ തായ്ലൻഡൊക്കെ പോയി. മറ്റേ നീഗ്ര മറ്റേ അവിടെ ഗസ്റ്റുകളൊക്കെ പോകുന്ന കെനിയ. പിന്നെ കെനിയ പോകണം കേട്ടോ, സൂപ്പറാ. കെനിയ പോകണമെന്ന് പറയുന്നത്. കെനിയയിലും ഷൂട്ടിനുണ്ട് എപ്പിസോഡ്. തായ്ലാൻഡ് കിങ് ഓഫ് ധാരാളമുണ്ട്. കിങ് ഓഫ് കാശ് കൊടുത്ത് വാങ്ങിക്കാമല്ലോ. വാങ്ങിക്കാം. തിരിച്ചു കൊടുത്താൽ തിരിച്ചു കൊടുക്കണ്ട, അതിന്റെ പിന്നെ തലയർത്തിട്ട് രക്തം റമ്മിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഷൂട്ടിന് വേണ്ടി എപ്പിസോഡ് എടുക്കാം. എപ്പിസോഡ് എടുക്കാം. ഷൂട്ടുകളുണ്ടാവും, അവരെ വീട്ടിൽ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാം. ഈ കെനിയിലൊക്കെ ഭക്ഷണം പിടിക്കും. പിന്നെ നമ്മുടെ ഫുഡുണ്ടോ? നമ്മുടെ ഫുഡ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോക്കി പോകണം. നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോക്കി പോയില്ല. അല്ല, കെനിയ അതിനകത്ത് അവിടെ ഇതുണ്ടല്ലോ, ഹോട്ടലുണ്ടല്ലോ, 5 സ്റ്റാർ ഹോട്ടലുണ്ട്. അവിടെ എല്ലാം നല്ല ഫുഡാണ്, സൂപ്പർ ഫുഡാണ്. അല്ല, അവിടെ ഇതുണ്ട്, കാർണിവോറസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ അവിടുത്തെ കാട്ടുമൃഗങ്ങളുടെ ചുട്ട്. അല്ല, അത് പിന്നെ അങ്ങനെയുള്ള ഹോട്ടലുണ്ട്. നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓർഡർ കൊടുത്താൽ അതനുസരിച്ച് അവർ ശരിയാക്കി തരും. ഇപ്പൊ ഈ ഇതിന് ശേഷമാണ് ഞാൻ ഇപ്പൊ ചിക്കൻ 2-3 ആഴ്ച കൊണ്ട് ചിക്കൻ കഴിക്കും. അതുകൊണ്ട് എനിക്ക് ചൊറിയില്ല. ചൊറിയും. ഞങ്ങൾ യാത്ര ഉണ്ടല്ലേ, അത് കൗങ്ങിക്കൊണ്ടുള്ള യാത്രയാണ്. എനിക്ക് വേണ്ടിയുള്ള യാത്രയാണ്. കൗന്നിലാണ് ഇപ്പൊ ചെയ്യുന്നല്ലേ. ഇന്നത്തെ അടിപൊളി. ഇന്നത്തെ പെട്ടെന്ന് കഴിഞ്ഞു. കാരണം രാവിലെ കോളൊക്കെ വിളിക്കുമ്പോൾ ഞാൻ വിളിക്കാനോട് ചോദിച്ചു എന്നോട് കല്ലുണ്ടാന്ന്. കാരണം എവിടെ പോയാലും പണിയാണ്. അപ്പൊ ഇന്നെന്തായാലും സൂപ്പർ. നമ്മളെ സാറിന്റെ വീട്ടിൽ നിന്ന് പിടികൂടിയത് ഏകദേശം 5 വയസ്സിന് താഴെ പ്രായമുള്ളൊരു പെൺമൂർക്കാണ്. പക്ഷെ ഞാൻ സാറിനോട് പറയുന്നത് ഇപ്പൊ പിടിക്കേണ്ടായിരുന്നു. ഒരു 35 ദിവസം കഴിഞ്ഞ് പിടിച്ചായിരുന്നു. ഒരു 18-20 മുട്ട കിട്ടി. മുട്ടയും അതിന്റെ നൂലിട്ട് ചടങ്ങും കൂടെ കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു. അപ്പൊ 30, 60, 90 ദിവസം കൂടെ കഴിഞ്ഞെങ്കിൽ അടിപൊളിയായിട്ട് ഇവരെയൊക്കെ പിടിച്ച് അവരെ ചടങ്ങൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോകാം. അടിപൊളി, സൂപ്പർ. പാമ്പ് സത്യം പറഞ്ഞാൽ നമ്മളാണ് അധികാരികൾ. എല്ലാ സ്ഥലവും വാങ്ങിച്ചിട്ട് നമ്മളവിടെ കയറി താമസിക്കുന്നത്. അവിടെ മറ്റുള്ള ജീവികളെ ജീവിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പാവപ്പെട്ട വന്യമൃഗങ്ങൾ വരെ പിടിച്ച് ഇറച്ചി വെച്ചാണ് നമ്മൾ കഴിക്കുന്നത്. ഇവിടെയാണ് കുറച്ചെങ്കിലും വന്യമൃഗങ്ങൾ ഇത്രയെങ്കിലും മാന്യത കാണിക്കുന്നത്. എന്തായാലും പാമ്പ് വന്നു പൊക്കോട്ടെ, അതൊരു ശല്യമുള്ള ജീവിയല്ല. നമ്മളാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ഒരു ഫോൺ, ആൻഡ്രോയിഡിൻ്റെ ഒരു ഫോൺ കിട്ടി നെറ്റോ വാട്സാപ്പോ കോളോ ഉണ്ടെങ്കിൽ പിന്നെ അവർ ഈ ലോകത്തൊന്നും അല്ല. അവർ അതും ചെവിയിൽ വെച്ച് ആകാശത്തേക്ക് നോക്കിയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതലും കടി കിട്ടുന്നത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും പകൽ സഞ്ചരിക്കുമ്പോൾ മൊബൈൽ ഇരുന്നോട്ടെ. മൊബൈലിൻ്റെ മറുവശത്തിരിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് പറഞ്ഞില്ല, പക്ഷേ താഴത്ത് നോക്കി തറയിൽ നോക്കി നടക്കുക. ഒരു അപകടം ഉണ്ടാകാൻ പോകുന്നില്ല. പാമ്പൊരിക്കലും ഭീകരജീവി എന്നുള്ള ലോകത്ത് ഭീകരജീവിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചില വൃത്തികെട്ട മനുഷ്യന്മാരെ മാത്രമാണെന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടാണ്. പാമ്പൊരിക്കലും ഭീകരജീവികൾ ഭൂമിയിൽ ഒരു ജീവിയും മനുഷ്യനൊഴിച്ച് ബാക്കി ഒരു ജീവിയും ഭീകരതയുള്ള ജീവികൾ അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് അവർ ആക്രമിക്കുന്നത്. നമ്മളങ്ങനെയല്ല. നമ്മൾ 6 മാസം കഴിഞ്ഞുള്ള ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ഇന്നേ കൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട സാറിന് 52 രാജ്യങ്ങൾ യാത്ര ചെയ്ത സാറിന് ഇനിയും നല്ല ആരോഗ്യ സൗഖ്യത്തോടെ. അപ്പോൾ ഇനി ബാക്കിയുള്ള മുഴുവൻ രാജ്യങ്ങളും യാത്ര ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ നമ്മുടെ മീഡിയയുടെ പേരെന്താണ്? ഫാൻസി ട്രാവൽ. ഫാൻസി എന്ന് പറഞ്ഞാൽ കൃത്രിമമാണ്. ഫാൻസി അല്ല, ഒറിജിനൽ ട്രാവൽ ആവട്ടെ. നമ്മുടെ ഈ ഫാൻസി ട്രാവലിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. നമ്മളെ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാർക്കും ആരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. അതോടൊപ്പം തന്നെ ലോകത്ത് ഒരിക്കലും ഒരു പ്രകൃതിക്ഷോഭമോ സുനാമിയോ കൊറോണ ഒന്നും ഉണ്ടാവരുക. എല്ലാവരും നല്ല ആരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കട്ടെ. ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇനി ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും പോകാനുള്ള എന്താ പറയുക അവസരങ്ങൾ പെട്ടെന്ന് ഉണ്ടാവട്ടെ. എല്ലാ രാജ്യവും സന്ദർശിക്കട്ടെ. എന്തായാലും ഫാൻസി ട്രാവൽസിലെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവരും നന്മ ഐശ്വര്യം നേരുന്നു. നന്ദി, നമസ്തേ. താങ്ക് യു. അപ്പോൾ പാമ്പിനെ പിടിച്ചു കഴിഞ്ഞിട്ട് സുരേഷ് ടീമും മൂർഖനുമായിട്ട് പോവുകയാണ്. അത് ഗവിയിലാണ് കൊണ്ട് തുറന്നു വിടുന്നത്. ഇതേപോലെ കെട്ടില്ല. ഇല്ലല്ല, അതുവരെയുള്ള ആ നിൽക്കുന്നത് ബൗണ്ടറി. ഇത് വേറൊന്നും കണ്ടില്ലല്ലോ. ഇനി അഥവാ ഉണ്ടെങ്കിൽ ഞാൻ ഈ കണ്ണുണ്ടെങ്കിൽ പിടിച്ച് കുപ്പി കയറ്റിയിട്ട് എന്നെ വിളിച്ചാൽ
ആ ഫോട്ടോ എടുക്കാം അത് മറന്നുപോയി. ഫോട്ടോയും വീഡിയോ എടുക്കാം. നിൽക്കി ഒരുമിച്ച് കയറുവാ. ലൈവ് എടുത്തു എനിക്ക് ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ. ഒരു മണിക്കൂറിനകം തന്നെ പുള്ളിക്കാരൻ എത്തി. 5 വർഷം പ്രായമുള്ള പാമ്പിനെയാണ് പിടിച്ച് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി പാപ്പാലയുള്ള സുദേവൻ മേശ്ശേരി സംഘവും ഇവിടെ ഈ മതിൽ ഇടിഞ്ഞു വീണത് പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് യാദൃച്ഛികമായിട്ടാണ് അവർ ഒരു മൂർഖനെ ഇവിടെ കല്ല് പൊളിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തിയതും അങ്ങനെ വാവാ സുരേഷിനെ വിളിച്ചു വരുത്താനിടയായ സാഹചര്യം ഉണ്ടായത്. അവിടെ മെയിൻ മേശ്ശേരിയാണ് സുദേവ മേശ്ശേരി. ഇതായി നിൽക്കുന്ന താടിയുള്ള മനുഷ്യനാണ്. ഇന്ന് ഇവർ ഈ അടിസ്ഥാനം പഴയത് പൊളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിലാണ് പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ നമ്മൾ വാവാ സുരേഷിനെ വിളിക്കുകയും ചെയ്തു. വാവാ സുരേഷിനെ വിളിച്ച ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇതാണ്. പുള്ളിയുടെ പേരെന്താണ്ട്? അരുണന് എൻ്റെ കയ്യിൽ നമ്പർ ഉണ്ടായിരുന്നു. എനിക്കാണ് പൂർവ്വകാല സുഹൃത്തുക്കളായിരുന്നു തോന്നുന്നു. പണ്ട് പാമ്പിനെ പിടിക്കാൻ പോയിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ. എങ്കിലും പുള്ളിയാണ് വിളിച്ചത്. ആദ്യമായിട്ട് കണ്ടതാരാണ്? ഷാനോ? ഷാന്. ഇപ്പോൾ ഷാനാണ് ആദ്യമായിട്ട് മൂർഖനെ കണ്ടത്. അങ്ങനെ ഇവരെല്ലാം കൂടി ചേർന്ന് പാമ്പിനെ നിരീക്ഷിക്കുകയും വാവാ സുരേഷിനെ വിളിച്ചു വരുത്തുകയും പുള്ളിക്കാരൻ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇന്ന് രാവിലെ ഒരു 10:30 മണിക്കാണ് ഇതിനെ കണ്ടെത്തിയത്. അപ്പോൾ വാവാ സുരേഷ് വന്ന് ഒരു മൂർഖനെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയതേ ഉള്ളൂ. പോയി ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിൽ ഇവിടുത്തെ ഈ ഭാഗത്ത് കിടക്കുന്ന കല്ല് പറക്കി മാറ്റിയപ്പോഴത്തേക്കിൽ വീണ്ടും ഒരു മൂർഖനെ കാണുകയുണ്ടായി. അങ്ങനെ വീണ്ടും വാവാ സുരേഷിനെ വിളിച്ചിരിക്കുകയാണ്. സുരേഷ് വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ വലിയല്ലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അടിയിലാണ് ഇരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോയതാണോ? ഇവിടുന്ന് അങ്ങോട്ട് പോയതാണ്. ഈ വലിയതിൻ്റെ അടിയിലാണ് ഇരുന്നത്. ആ കല്ലെടുക്കാൻ ഞാൻ ഇപ്പോൾ പറ്റും. ആദ്യം ഇരുന്നതിൻ്റെ അടി ഇരുന്നതോ? അല്ല, അപ്പോഴും മാച്ച് പറയുകയും ചെയ്ത് 2 ഉണ്ട് വന്നു. അല്ലേ നമ്മൾ എവിടെയാണ് കണ്ടത്? ആ കല്ലിപ്പോ 2 മിനിറ്റ് താമസിച്ച് ഞാൻ കല്ലെടുത്ത വീഡിയോ എടുക്കണ്ട, ഫോട്ടോ എടുക്കണ്ട. രണ്ടാമത്തെ പടം പൊഴിക്കാറ് ഇത് മറ്റേനേക്കാൾ വലുതില്ലേ? മറ്റേ ചോന്നിരിക്കുന്നു. കുളിക്കാതെ പതുക്കെ എടുത്തല്ലോ. ഇപ്പൊ കുളിക്കാതെ പതുക്കെ എടുത്തല്ലോ. ഇപ്പൊ 2 ഒരുമിച്ച് ഇങ്ങനെ കാണും. കുളിക്കാതെ പതുക്കെ എടുത്തല്ലോ. കുളിക്കാതെ 2 ഇങ്ങനെ ഒരുമിച്ച് കാണുമായിരുന്നു. അപ്പൊ ഇതാണോ? ചെനയായിരുന്നു. ഇനി മുട്ടയിടുന്ന സമയമായല്ലോ. അപ്പൊ 2, 3, 4 ഒക്കെ കാണിച്ചോ? ഇനി കാണൂടാ? ഇനിയില്ല, അത് കഴിഞ്ഞു. അല്ല, അവിടെ ഒരു ഹോള് കിടക്കണം. നമുക്ക് അതോടെ പരിശോധിക്കാം. അതിന്റെ പേര് തന്നെയാണ്. അപ്പൊ ആണിനാണോ വലിപ്പം കൂടുതൽ? ചിലപ്പോൾ ആണിന് വലിപ്പം കൂടുതലായിരിക്കും, ചിലപ്പോൾ പെണ്ണിന് വലിപ്പം കൂടുതലായിരിക്കും. അപ്പൊ നേരത്തെ കണ്ടത് കുറഞ്ഞല്ലേ? ഇതും പെണ്ണ് തന്നെ? അതെങ്ങനെ മനസ്സിലായി? നിങ്ങൾക്കറിയാം?
നേരത്തെ ഇല്ലായിരുന്നു അല്ലേ? ഇതിന് പകുതി ഉണ്ടായിരുന്നു. ഞാൻ കല്ലിളക്കിയപ്പോഴേ എൻ്റെ വണ്ണം കണ്ടപ്പോഴേ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് കിടക്കും. ഒരു ഗർഭിണി ആയതുകൊണ്ട് ചിലപ്പോൾ ഇറങ്ങുമെന്നുള്ള കാര്യം പറയാം. ഇല്ല റിയാസ് വിളിക്കണമെന്ന് പറഞ്ഞാണ്. റിയാസ് വിളിക്കാമെന്ന് പറഞ്ഞു. അഞ്ചടികളൊന്നും ഇല്ല. അഞ്ചടി എന്തായാലും പറയാതെ ഇറങ്ങടേ. കമൻസ് ഒന്നും പറയാം. രണ്ടെണ്ണം ഞാൻ കുപ്പിലാക്കി. ഇല്ല മനു അല്ല ഇത് അതൊന്നും ആ ഹോളൊന്നും ഇടിച്ചു നോക്കിയാണ്. ചായ ഇട്ടാ അത്തരത്തിൽ അത് രണ്ടെണ്ണം കാണിക്കാം. രണ്ട് മൂന്ന് പോരാ. അല്ല അടുത്തിട്ടില്ല കൊണ്ടുപോകും. ആദ്യം കൊണ്ടോ ആദ്യം കൊണ്ടുവച്ചിട്ട് അടി താങ്ങി എടുത്തു. കാര്യം എടുത്തുണ്ട്. ഒരാൾ പോയില്ല. അടി താങ്ങി എടുത്തു. എല്ലാവരും കൊണ്ടുപോകുന്ന ഒപ്പില്ല. കൊണ്ടോ ആവശ്യം തരാം. അത്രയ്ക്ക് ആവശ്യമില്ല. കുറച്ച് സമയത്തേക്ക് എടുക്കുന്നുള്ളൂ. ഇല്ല ഇതൊന്നും എനിക്ക് അച്ഛനാവാൻ വേണ്ടിയിട്ടുണ്ടോ? പിന്നെ ഇപ്പം കഴിഞ്ഞ ഒരു 2 മുന്നേ കല്ലം പറ്റുന്ന 4 ഒരു സ്ഥലത്തും തന്നെ രണ്ടെണ്ണം പറഞ്ഞാൽ വിളിച്ചത്. അപ്പം ആദ്യം ഞാൻ രണ്ടെണ്ണം കൂടുതലാണ്. അപ്പോൾ ഞാൻ പകുതി വിളിച്ചപ്പോൾ 3 വരും. അപ്പോൾ ഞാൻ ഇനിയും കാണുന്നത് അടുത്ത ദിവസം രാത്രി വീട് പോകുന്നില്ല. അതിൻ്റെ അപ്പുറത്തോട്ട് വരും. ഞാൻ പറഞ്ഞു ഇനിയും കാണും. ഗുളികനെ കണ്ണൂരിൻ്റെ പോലെ അന്ന് കിലോമീറ്റർ ദൂരത്തിൽ കിടക്കുക. അത്രയും പൊളിക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ 5 കിട്ടി. പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് കഴക്കൂട്ട മേനങ്ങളൊന്ന് 6 കിട്ടി. ആണ് ഒരു പറഞ്ഞത് ഒരു JCB വെച്ച് വൃത്തിയായി. അതുകൊണ്ട് ഇതൊരു അത്ഭുതമല്ല. എനിക്കതൊരു അത്ഭുതമല്ല. പിന്നെ അവർ മടിച്ചോണ്ടോ മടിക്കാരപ്പോഴേ ഞാൻ പറയാം കല്ല് പൊളിച്ചിട്ട് ഞാൻ പറയാം അത് പൊളിച്ച് ഇങ്ങോട്ട് കെട്ടാൻ പറഞ്ഞു. അതൊരു എനിക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിന് കഴിയുമ്പോൾ 2 ദിവസം അവിടെ എടുത്തു. എല്ലാം കയറിക്കൂടെ പോയി വലയിക്കുന്ന പെരുമ്പാമ്പ് കൊടുത്തു. പിന്നെ അപ്പോൾ ഇതിനെ പോലെ മസ്ജിൻ്റെ മടിയിൽ നിന്ന് മരപ്പെട്ടിയും കൊടുത്തു. അപ്പോൾ ഈ സമയങ്ങളിൽ ഞാൻ അവിടെ നിന്നെങ്കിൽ എനിക്ക് മെനക്കെടാം. അതൊന്നും പോകത്തില്ല. ഇനി അടുത്ത് വിളിക്കുന്നുണ്ടെങ്കിൽ മലയും കീഴ് വിളിച്ചിട്ടുണ്ട്. മലയും കീഴ് കയറി ഓടിയത്. ഇനി മലയും കീഴ് ഓടിയത്. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴേക്കും ഇനി അടുത്ത് കോട്ടയം കളിക്കണം. പിന്നെ അവിടെ നേരെ കോട്ടയത്തേക്കാണ്. അതൊരു പാമ്പ് അവിടെ ഇരിക്കും. അതല്ലേ ജനങ്ങളുടെ കേന്ദ്രമല്ലേ? അതിട്ട് അതെങ്ങനെ അവിടെ ഇരിക്കും. ഇത് അടുത്ത് മലയെ പിടിക്കുന്ന സ്റ്റെപ്പിൻ്റെ അടി മാളത്തിനകത്ത്. അപ്പോൾ മുട്ടയിടാൻ വേണ്ടി ഇരിക്കാം. ഇതെല്ലാം അതെല്ലാം വെട്ടിപ്പൊളിക്കുന്നു. ഹലോ വയ്യ വേറൊന്നുമല്ല. നമ്മുടെ നൗഷാദ് സാറിൻ്റെ വീട്ടിൽ നമ്മുടെ ഫാൻസി ട്രാവൽസിൻ്റെ വീട്ടിൽ വീണ്ടും ഞാൻ നേരത്തെ ഒരു വീഡിയോ ബൈറ്റ് കൊടുത്തിട്ട് പോയതാണ്. ഞാൻ ഏകദേശം പേരൂർക്കൂടെ എത്താറായപ്പോൾ ഞാൻ അപ്പോഴേ നമ്മുടെ പണിക്കാരോട് പറഞ്ഞു നിങ്ങളെ കല്ല് പൊളിച്ച് മാറ്റി നമുക്ക് ഇതിനകത്ത് വേറൊന്നുകൂടെ കാണുന്നത്. അപ്പോൾ അത് പൊളിച്ച് കെട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു മെനക്കേടല്ലേ, വെറുതെ ഇനി ഒരു ദിവസം ശമ്പളം കൂടെ കൊടുക്കണ്ടേ. അപ്പോൾ അവർ ഞാൻ പേരൂർക്കൂടെ വലയിൽ കുരുങ്ങി ഒരു പെരുമ്പാമ്പിനെ എടുത്തുകൊണ്ട് വിളിക്കുന്നത് വീണ്ടും ഒന്നിനെ കൂടെ കണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ വഴിക്ക് ആ പെരുമ്പാമ്പിനെ എടുത്തു ശ്രീകാര്യം ചാവടി വയ്ക്ക് CIT അതായത് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്തുനിന്ന് ഒരു മരപ്പെട്ടി എടുത്ത് റിലീസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വീണ്ടും വന്നു. ആദ്യം പിടിച്ചത് ഫീമെയിലായിരുന്നു. അത് ഏകദേശം ഒരു 4 വയസ്സ് പ്രായം വരുന്നതായിരുന്നു. വൈകിട്ട് മുട്ട റെഡിയായി വരുന്നു. 10-30 ദിവസം ആയിട്ടുണ്ട് മുട്ട. ഒരു 35-30 ദിവസം വരെ മുട്ടയിടും. ഇത് അതിൻ്റെ ഒരു ഇരട്ടിയുള്ള നല്ല ഒരു പടം പൊഴിക്കാറ് സ്കിൻ ഷെഡ് ചെയ്യാറായ ഒരാൺ മൂർഖൻ അതിഥിയായിരുന്നു. ഏകദേശം 7 വയസ്സോളം പ്രായമുണ്ട്. എന്തായാലും അടിപൊളി. എന്തായാലും നമ്മുടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫാൻസി മീഡിയയുടെ ആദ്യത്തെ പരിപാടിയായിരിക്കും ഈ പാമ്പിനെ കാണിക്കുക എന്നുള്ളത്. അതായത് 54 രാജ്യങ്ങൾ പോയി അവിടെയൊന്നും പാമ്പല്ല. അദ്ദേഹം കാണാനുള്ള പല ചരിത്ര സ്മാരകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അറിയാനും കാണാനൊക്കെയാണ് പോയത്. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഒരു ശല്യമില്ലെന്ന് ആരും ഇല്ലായിരുന്നു കേട്ടോ. വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ വിളിക്കുമ്പോൾ എപ്പോഴും പറയും ആൾ വേണ്ട.
അപ്പോൾ ഇവരാരോടും പറഞ്ഞില്ല. ആ പണിക്കാരായ 5 പേരും സാറും സാറിൻ്റെ വൈഫ് പിന്നെ അടുത്ത് ബന്ധുക്കൾ 3-4 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം. അപ്പോൾ അടിപൊളി. അപ്പോൾ എന്തായാലും നമ്മുടെ നൗഷാദ് സാറിൻ്റെ വീട്ടിലെ നമ്മുടെ മൂർഖൻ അതിഥി ചിലപ്പോൾ റിലീസ് ചെയ്യുന്നതിന് മുന്നേ മുട്ടയിടനെ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ മുട്ട വിരിയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ ഞാൻ സാറിനെ അറിയിച്ചേക്കാം. മിക്കവാറും 18 കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ എന്താ പറയുക ഫാൻസി മീഡിയയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ബിഗ് ഹായ്. ഒന്ന് നേരത്തെ വിളിച്ചു ഇത് എയർ വേണ്ട മൂർഖൻ എന്ന് പറയുന്ന സാധനം. ആ നമ്മളെ വീട്ടിൽ നിന്ന് പാവാണല്ലേ. ആ ടാറ്റ ടാറ്റ. അനങ്ങാതെ ഇരുന്നതാണ്. നമ്മൾ ഉപദ്രവിച്ചതേ ഇല്ല, ഒന്നും ചെയ്യില്ല. പെരുമാമ്പ് കിടക്കണം, പെരുമാമ്പ് കിടക്കണം. അത് ചാക്കിലാണ്. അപ്പോൾ ശരി, ഓക്കെ ബൈ. വിളിക്കാം, നമ്പറുണ്ട്, വിളിക്കാം. അത് ഒരുപാട് തിരക്കില്ലാത്തത്. ആ അങ്ങനെ രണ്ടാമത്തെ പാമ്പിനെയും പിടിച്ചിട്ട് വീണ്ടും പോവുകയാണ്. ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ 2 പാമ്പിനെയും കൊണ്ടുപോവുകയാണ് അല്ലേ. വലിയ വിഷമത്തോടെ നമ്മൾ യാത്ര അയക്കുകയാണ് 2 പാമ്പിനെയും. ഓക്കെ.